ഹലോ മക്കളെ, ഈ വർഷത്തെ +1 ഓണപരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി തന്നെ ഈ ഒരു +1 ജേർണി സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. സ്റ്റഡി പ്ലാൻ ഓൾറെഡി ബാക്കിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് ഈ പ്രാവശ്യം +1 വിദ്യാർത്ഥികൾക്ക് മാത്രം ഒരു ഒഫീഷ്യൽ ടൈം ടേബിൾ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, പക്ഷേ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. അതിൽ ഒരു വ്യത്യാസം വരുത്തുന്നില്ല. നമ്മുടെ പഠനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു വ്യത്യാസം വരുത്തുന്നില്ല. എങ്ങനെയാണോ ഒരു ഒഫീഷ്യൽ ഓണം എക്സാം അല്ലെങ്കിൽ ഒരു പബ്ലിക് എക്സാം ഉണ്ടാവുക, അതേ രീതിയിൽ തന്നെ വേണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാൻ. ആ ഒരു പഠനം നിങ്ങളുടെ ഈ വർഷത്തെ പബ്ലിക് എക്സാമിനെ ഡയറക്ട്ലി എഫക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു ഓണം എക്സാം കഴിയുമ്പോഴത്തേക്കും ഓണം എക്സാമിന്റെ ടോപ്പിക്സ് സെറ്റ് ആക്കിയാൽ മാത്രമേ പബ്ലിക് എക്സാം ആവുമ്പോൾ ബാക്കിയുള്ള പഠിച്ച് അത് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ധാരണ കൃത്യമായിട്ടുണ്ടാവണം. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാക്കിൽ കാണുന്ന സ്റ്റഡി പ്ലാനും ഈ ലൈവുകളും നിങ്ങളെ വളരെയധികം യൂസ്ഫുൾ ആക്കും. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫ്രൈഡേ തുടങ്ങാൻ പോവാണ്. അതായത് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫ്രൈഡേ ആണ്. ഇന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വിത്ത് ഫിസിക്സിന്റെ 50 ഷുവർ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ഫിസിക്സിൽ ഓണം എക്സാമിലുള്ള 4 ചാപ്റ്റേഴ്സ് എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ഓണം എക്സാമിലും അതിനുശേഷം നിങ്ങളുടെ പബ്ലിക് എക്സാമിലും ഒക്കെ കാണാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് 50 ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ പഠിച്ചവരെല്ലാം, അതായത് ബേസിക് ആയിട്ട് അറിയുന്ന എല്ലാവരും ഈ ലൈവിൽ വരണം. ഇനി കാര്യമായി ഒന്നും അറിയില്ലെങ്കിൽ കയറിപ്പോരെ, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. പറ്റുന്ന അത്രയും ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, റെഡി? ഇനി ഒന്നും ഇതുവരെ പഠിച്ചു തീർക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഞാൻ അവസാനം പറയുന്നത് നിങ്ങൾ കേൾക്കണം കേട്ടോ. ഓക്കെ, സാറ്റർഡേ നമ്മൾ അടുത്ത ലൈവ് എടുക്കുന്നതായിരിക്കും. ലാംഗ്വേജിന്റെ മാരത്തോൺ, ലാംഗ്വേജ് കംപ്ലീറ്റ് അവിടെ തീർക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, സാർ എന്തിനാണ് നമ്മൾ ഇത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിന്റെ കാരണം അത്രയുള്ളൂ, ഈ ഓണം എക്സാമിന് +1 ടൈം ടേബിൾ പ്രോപ്പർ ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പരീക്ഷയാണെങ്കിലും പല സ്കൂളിലും പല രീതിയിലാണ് ടൈം ടേബിൾ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഓവർ ലേറ്റ് ആയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ വെനസ്ഡേ ആണ് ഫിസിക്സിന്റെ ലൈവ് ഒക്കെ എടുക്കുന്നതെങ്കിൽ ചില കുട്ടികൾക്ക് മൺഡേ ട്യൂസ്ഡേ എന്തുണ്ട് ഫിസിക്സിന്റെ പരീക്ഷ ഉണ്ട്. അപ്പോൾ അവർക്ക് വേസ്റ്റ് ആയി പോയില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്, എല്ലാവർക്കും യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സൺഡേ നിങ്ങൾക്ക് മാത്സിന്റെ 50 ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതായിരിക്കും. മൺഡേ ബയോളജി ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് 2 ലൈവുകൾ ഒരുമിച്ച് നടക്കുന്നതായിരിക്കും. ട്യൂസ്ഡേ ആയിരിക്കും ഇംഗ്ലീഷിന്റെ ചാപ്റ്റേഴ്സ് ആൻഡ് പോയം. വെനസ്ഡേ ഇംഗ്ലീഷിന്റെ ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സ്. ആൻഡ് തേഴ്സ്ഡേ ആയിരിക്കും കെമിസ്ട്രിയുടെ 50 ഷുവർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരു സംശയമുണ്ട്, കുറച്ച് പേർക്കെങ്കിലും കെമിസ്ട്രി ഒക്കെ ചിലപ്പോൾ നേരത്തെ ആവാൻ ചാൻസ് ഉണ്ട്. അവരോട് ഞാൻ സോറി പറയുന്നു. പക്ഷെ സോറി മാത്രമല്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ചാപ്റ്റേഴ്സിന്റെയും കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷുവർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പലരും ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അത് പോയിരുന്ന് കാണാം. ഓക്കെ, ഇനി ഒന്നും പഠിക്കാത്തവർ, സാർ ഞാൻ ഒന്നും എനിക്കറിയില്ല, അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻസിന്റെ ലൈവിൽ വന്നിരുന്ന് എനിക്ക് എന്ത് കാര്യമുണ്ടോ? മക്കളെ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വന്നിരുന്നിട്ട് കാര്യം ഉണ്ടോ ഇല്ലയോ എന്നല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, നിങ്ങൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്ററിന്റെയും 1 ഷോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതെല്ലാം പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റ് സെക്ഷനിൽ കിടപ്പുണ്ട്. ഈ ചാനലിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് സെക്ഷനിൽ ഓണം എക്സാമിന്റെ ഓരോ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. കൃത്യമായിട്ട് 1 ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും ഫുൾ ബേസിക്സ് മുതൽ പോയിരുന്ന് കണ്ടോ, 2x ഇട്ടോ, വേഗം പരിപാടി തീർത്തോ. ഓരോരോ ചാപ്റ്റർ കുറച്ച് അധികം മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് പഠിച്ചെടുത്തോ. കാരണം ഇന്ന് നിങ്ങൾ പഠിച്ചെടുത്തില്ലേ, പബ്ലിക് എക്സാം നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ട. ഓക്കെ, ഓൾറെഡി കുറച്ചെങ്കിലും ധാരണയുള്ളവരാണെങ്കിൽ ഈ ഷുവർ ക്വസ്റ്റ്യൻസും കൂടി അറ്റൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓണം എക്സാമിന് പോകാൻ. തീർച്ചയായും ഈ ഷുവർ ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഓണം എക്സാമിൽ 90% മുകളിൽ A+ വാങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഓൾസോ മറക്കരുത്, നമ്മുടെ എക്സാമിനറിന്റെ ബാച്ചിലെ അഡ്മിഷൻ കുറെ കൂടി ഇപ്പോഴും എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനറിന്റെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ, കാരണം മക്കൾ ഇതൊരു ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമായിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്, മോഡൽ എക്സാം, പബ്ലിക് എക്സാം ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കുറച്ചുകൂടി സീരിയസ് എക്സാംസ് ആയിരിക്കും. അപ്പൊ അതിനൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, നല്ല മാർക്ക് നിങ്ങൾക്ക് +1 വാങ്ങണം ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സാമിനറുടെ ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യണം ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അത്രേ പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ. നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. ഈ